എല്ലാ കൂട്ടുകാർക്കും PSC എൽഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CPO 2024 ബന്ധപ്പെട്ട് മെസ്സേജ് വന്ന മാർക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഡീറ്റെയിൽഡായൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കൊടുത്തതിൽ കുറച്ചധികം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. തീർച്ചയായും അങ്ങനെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യതയും ഈ വീഡിയോ ഇട്ട എനിക്ക് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റീച്ച് കിട്ടിയ വീഡിയോ ആദ്യ 1 മണിക്കൂർ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കൃത്യമായും വന്ന പ്രധാനപ്പെട്ട 2ഓളം കമൻസ് ആയിരുന്നു. KAP 2വുമായി ബന്ധപ്പെട്ട് കൊടുത്ത മാർക്ക് റേഞ്ചിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതുപോലെ തന്നെ വന്ന മറ്റൊരു കമൻ്റായിരുന്നു, ഈ വീഡിയോയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാമോ, അതുപോലെ തന്നെ കുറച്ച് സ്ലോ മോഷൻ വിട്ട് അമൽ നീരദ് പടം മാറ്റി വൈശാഖ് പടത്തിലേക്ക് ഒന്ന് കയറാമോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഈ പറഞ്ഞ സജഷൻ, അതായത് ബിഗ് ബി വിട്ടിട്ട് ഉറപ്പായും പുലിമുരുകൻ സ്റ്റൈലിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും വൈകാതെ യഥാർത്ഥ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് SAP മുതൽ ഇന്നിപ്പം ഏറ്റവും അവസാനം KAP 5 വരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കൃത്യമായും പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞ നിങ്ങളുടെ മാർക്ക്, കാറ്റഗറി, നിങ്ങളുടെ ബറ്റാലിയൻ, ഇത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നല്ല, ഈ മാർക്ക് വന്ന ആൾക്കാർ മറ്റുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് പരിചയപ്പെടുത്തുക, അവരുടെ മാർക്ക് പരിചയപ്പെടുത്തുക, അവരുടെ കാസ്റ്റ് പരിചയപ്പെടുത്തുക, അവരുടെ ബറ്റാലിയൻ പരിചയപ്പെടുത്തുക. അപ്പോൾ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക്. കാര്യം ഇനിയപ്പോൾ ഞാൻ സേഫാണ് അല്ലെങ്കിൽ ഞാൻ സേഫ് അല്ല, എൻ്റെ മാർക്ക് സേഫിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയ. കാര്യം ഷോർട്ട് ലിസ്റ്റിന് വരുന്നതിന് മുന്നേ ഒരു എരുതി കടലിൽ എരിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു നല്ല ഉദ്ദേശത്തോടെ ഉദ്യമത്തുമായി ഇറങ്ങിയത്. പക്ഷേ അവിടെയും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എനിക്ക് 10 സീറ്റ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, എനിക്കൊന്നും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം താഴെ ഈ പറഞ്ഞതുപോലെ 1ഓ 2ഓ കമൻറ്റ് വരും, ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, തെറ്റാണെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഈ യൂട്യൂബ് ചാനലിലിടുന്ന CPMമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും, പ്രത്യേകിച്ച് ഈ മെസ്സേജ് വന്ന വീഡിയോസിൻ്റെ കാര്യത്തിലും 2024 CPMമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിന് താഴെയും കുറേ അധികം ഉദ്യോഗാർത്ഥികൾ നിരന്തരമായി ഇങ്ങനെ വന്ന് കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവരുടെ ഗതികേടായി ഈ തെറ്റിച്ച് മാർക്ക് കൊടുത്തവർ കാണരുത്. ഇതൊന്നും അവരെ ഗതികേടല്ല, അവരെ അവരെ അവസ്ഥയല്ല, മറ്റൊന്നും വഴിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ആര് യൂട്യൂബിലൊരു വീഡിയോ ചെയ്താലും കൃത്യമായും താഴെ വന്ന് അത് ആദ്യ അവസാനം മുഴുവനായി കാണുകയും അതിൻ്റെ താഴെ അവരവരുടെ ആശയങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. നിങ്ങളത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്യൂസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ KAP 2 EWS മാത്രമേ മെസ്സേജ് വന്നിട്ടുള്ളൂ. താഴെ വന്ന കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാമിൽ വന്ന പേഴ്സണൽ മെസ്സേജിലും അവിടെ മുസ്ലിമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്, OBCക്ക് വന്നിട്ടുണ്ട്, ഈഴവയ്ക്ക് വന്നിട്ടുണ്ട്, LCക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ആയി ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം താഴെ കുറച്ച് ചീത്ത വിളിയൊക്കെ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ആരെന്ത് വീഡിയോ ഇട്ടാലും, CPMമായി ആരെന്ത് വീഡിയോ ഇട്ടാലും വന്ന് കാണുന്ന കുറേ അധികം പാവങ്ങളുണ്ട്. ഏതെങ്കിലും സർക്കാർ ജോലി കയ്യിൽ പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറേ അധികം പാവങ്ങളുണ്ട്. അപ്പോൾ അവരെ കഞ്ഞിയിലാണ് നിങ്ങൾ ഈ പാറ്റ വാരിയിടുന്നത്. നിങ്ങൾ ഈ പരീക്ഷ പോലും എഴുതാത്തവരായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്കായിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു മാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു 65 60 മേലേക്കോ മാർക്ക് സ്കോർ ചെയ്തതായിരിക്കാം. അല്ലാതെ നിങ്ങൾ ഇത്രയും ഒരു മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത്, കുറേ അധികം ഉദ്യോഗാർത്ഥികൾ ആര് എന്ത് വീഡിയോ ഇട്ടാൽ, അല്ലെങ്കിൽ CPMമായി ബന്ധപ്പെട്ട വീഡിയോ ഇടുമ്പോൾ വന്ന് കാണാൻ മനസ്സ് കാണിക്കുന്ന കുറേ പേരുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ മാർക്ക് റേഞ്ച് ഒരു ആവറേജിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് കൃത്യമായും ഒന്ന് കാണുന്നവരുടെ മാർക്ക് റേഞ്ച് 65 മേലെ അല്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ CPMമായി ബന്ധപ്പെട്ടിടുന്ന വീഡിയോ കാണുന്നവരുടെ എല്ലാ മാർക്ക് റേഞ്ച് കൃത്യം പറഞ്ഞാൽ 40നും 60നും ഇടയ്ക്ക് തന്നെയാണ്. അത് നമ്മൾ ഓരോ കമൻറ്റ്സ് വായിക്കുമ്പോഴും, നമുക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജിൽ അവിടെ ആശങ്ക പങ്കുവയ്ക്കുമ്പോഴും അവരുടെ എല്ലാം റേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത്, എനിക്ക് 10 ചീത്ത കേൾക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം മാർഗമുണ്ട്. അതിനപ്പുറത്തേക്ക് അതായത് കട്ട് ഓഫ് കയറ്റി പറഞ്ഞായാലും, കട്ട് ഓഫ് കുറച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കുറച്ച് പറഞ്ഞായാലും നിങ്ങൾ ഒരു കാരണവശാലും ഉദ്യോഗാർത്ഥികളെ മിസ്ലീഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം
അവർ ഫിസിക്കലിനെ പോകാതിരിക്കുക. ഇത് എൻ്റെ എന്തായാലും മാർക്ക് വരാൻ പോകുന്നില്ല. കാര്യം EWSൻ്റെ ഏറ്റവും അവസാനം വന്ന മാർക്ക് തന്നെ 60ആണ്. അപ്പോൾ പിന്നെ എൻ്റെ 55 മാർക്ക് എങ്ങനെ വരും എന്ന് ആ ഒരു ഉദ്യോഗാർത്ഥി വിചാരിച്ച് അവൻ ഫിസിക്കലിന് പോകാതിരുന്ന് അവൻ ഈ ഫിസിക്കൽ കിട്ടാതെ പോയാൽ അതിൽ നിങ്ങൾ ഒരു പങ്കാണ്. ഈ ഒരു പാപമൊന്നും ഏത് ഗംഗയെ കൊണ്ട് മുങ്ങിയാലും മാറൂല എന്നുള്ള സത്യം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ വിഷയത്തിൽ കിടക്കാം. പെട്ടെന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോവുകയാണ്, വേറെ ഒന്നുമില്ല. വന്ന കുറേ സംശയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 4 സംശയം. അത് ഒന്നും കൂടെ പറയാണ്. കേട്ടവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, മെയിൻ മറ്റേ വീഡിയോയിലേക്ക് പോകുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ സംശയം ഇതാണ്: സപ്ലിക്കാർക്ക് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, ഇത് ഞാൻ വീണ്ടും പറയുന്നു. കാര്യം അതൊരു 600 റേഞ്ചിലേക്ക് ആൾക്കാർ കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഈ മാർക്കുകൾ കയറ്റി പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്ന് പറയുന്നവർക്ക് പോലെ തന്നെ മറ്റൊരു വിപത്താണ് ഈ പറഞ്ഞ മിസ്ലിഫറും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത്. അതായത് കുറേ അധികം ഉദ്യോഗാർത്ഥി എനിക്ക് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചതാണ്: ബ്രോ, ഞാൻ എന്തായാലും സപ്ലിയിലായിരിക്കും, എനിക്ക് 54 മാർക്കുണ്ട്. ഞാൻ ചോദിച്ച കാറ്റഗറി ഏതാണ്? അത് ഈഴവയാണ്. നിങ്ങളുടെ എല്ലാം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും PSC ഒരു സപ്ലി ലിസ്റ്റിലേക്ക് മാത്രമായി ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കൂല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു സപ്ലി ലിസ്റ്റ് കൊണ്ട് മാത്രം PSCക്ക് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. കാര്യം മെയിൻ ലിസ്റ്റ് എപ്പോൾ തീരുന്നു പിന്നെ സപ്ലിക്ക് യാതൊരു പ്രാധാന്യമില്ല. സപ്ലിയിൽ 5000 പേരുണ്ടായിരിക്കാം, പക്ഷേ മെയിൻ ലിസ്റ്റ് തീർന്നാൽ 5000 പേര് അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെയിൻ ലിസ്റ്റിന് തന്നെയാണ് എപ്പോഴും പ്രാധാന്യം. പിന്നെ മെയിൻ ലിസ്റ്റിന് അപ്പുറത്തേക്ക് സപ്ലിക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സപ്ലി ലിസ്റ്റ്. അതായത് മെയിൻ ലിസ്റ്റിൽ ഇൻ കേസ് ആ ഒരു കാറ്റഗറിക്കാരൻ ഇല്ല എങ്കിൽ അവനെ എടുക്കുന്നതിന് വേണ്ടിയാണ് സപ്ലി. അതുകൊണ്ട് സപ്ലി ലിസ്റ്റ് മാത്രം വെച്ച് PSC ഒരിക്കലും ഒരു മെസ്സേജ് അയക്കാറില്ല. കാരണം നമ്മുടെക്ക് കമൻസ് സെക്ഷനിൽ വന്നത് തന്നെ ജനറൽ വിഭാഗക്കാരുണ്ട് ഓരോ ബറ്റാലിയനും, അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതേ ആശയം ഞാൻ ഓരോ ബറ്റാലിയൻ്റെയും വിവിധ ജില്ലാ PSC ഓഫീസുകളുമായി കോൺടാക്റ്റ് ചെയ്തിരുന്നു. 4 ഇടത്താണ് ഞാൻ മെയിനായി കോൺടാക്ട് ചെയ്തത്. ഈ 4 ഇടത്ത് ചോദിച്ചപ്പോഴും അവരെന്നോട് ഒരു പുച്ഛഭാവത്തോടെയാണ് സംസാരിച്ചത്: സഹോദര, നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ച് എക്സാം എഴുതിയല്ലേ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കാത്തിരുന്ന ഉദ്യോഗാർത്ഥിയല്ലേ, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങളല്ലേ അവരെ തിരുത്തേണ്ടത്. അപ്പോൾ ശരിയാണ്, സപ്ലി ലിസ്റ്റ് മാത്രമായി PSCക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് ഇറക്കാൻ സാധിക്കുമോ? അപ്പോൾ ഒരിക്കലും അങ്ങനെയില്ല. നിങ്ങളുടെ ആശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അത്തരത്തിലൊരു അവസാനം ഒരു PSC ഓഫീസിൽ വരെ വിളിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചു. രണ്ടാമത്തെ ചോദ്യം: കഴിഞ്ഞ തവണ മെസ്സേജ് വന്ന CPI ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് മെസ്സേജ് വന്ന പോലീസ് ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾ, അതുമല്ലെങ്കിൽ ഈ ഒരു PSC പരീക്ഷാ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥിക്ക് വീണ്ടും മെസ്സേജ് വരുമോ? അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് ഒന്നും വന്നതുകൊണ്ട് മാത്രമാണോ എനിക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാത്തത്? മറ്റൊരു ചോദ്യമായിരുന്നു. ഇത് ഈ 4 ഓഫീസുകളുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവരെനിക്ക് പറഞ്ഞത്, ഒരിക്കലും മുമ്പത്തെ ഒരു ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല. അത് ഒരിക്കലും ഒരു അടിസ്ഥാനമോ മാനദണ്ഡമോ അല്ല. ഇപ്പോൾ എത്ര ആളെയാണോ ആവശ്യം അവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പോയിട്ടുണ്ട്. കഴിഞ്ഞ പോലീസ് ഡ്രൈവറിന് വന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ CPIക്ക് വന്നു, അല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിനോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനോ വന്നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വന്നു, അതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. പക്ഷേ ആ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യമെന്ന് നിങ്ങളോട് ഞാൻ പറയില്ല. അവർ പറഞ്ഞ കാര്യമാണ്, പക്ഷേ അതൊരിക്കലും സത്യസന്ധമായൊരു യാഥാർത്ഥ്യമല്ല. കാര്യം നമ്മളുടെ ഒരു ഈ പറഞ്ഞ മാർക്ക് റേഞ്ചുകൾ പറഞ്ഞ ഈ ഓരോ ബറ്റാലിയൻ്റെയും ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ SAPയിലൊക്കെ ഒരു SC കാറ്റഗറിക്ക് 56 വരെയുള്ളവർക്ക് അല്ലെങ്കിൽ 47 ആണ് അവസാനമായി ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത്. എന്നാൽ പക്ഷേ 54 ആൾക്കാർക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വിരോധാഭാസമുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. അത് കൃത്യമായും വരുന്ന ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ധൈര്യമായിരിക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിരിക്കാം ഈ വന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് മാത്രമല്ല ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ പോകുന്ന വിദ്യാർത്ഥികൾ കേവലം ഒരു 100, 150, 200 പേരെ കൊണ്ട് ഒരിക്കലും ഒരു ഫിസിക്കലിന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എത്ര ആളാണോ PSCക്ക് വേണ്ട അതിൻ്റെ 3 to 5 ഇരട്ടി ആളെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ PSCക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫിസിക്കലിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യമായിട്ടിരിക്കാം. ഈ വന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇനിയുമുണ്ട്, മെസ്സേജുകൾ ഇനിയും വരാനുണ്ട്. ധൈര്യമായിരിക്കൂ. എനിക്ക് വന്നില്ല എന്ന് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കാളും കുറഞ്ഞ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ കാര്യത്തിൽ തഴയപ്പെടാൻ സാധിക്കുകയില്ല. പിന്നെ എൻക്വയറിയിൽ നിറഞ്ഞ കാര്യങ്ങൾ അവർക്ക്
നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവർക്ക് വളരെ പരിമിതമായ അറിവാണ് ലഭിക്കുന്നത്. എന്നാലും അതിൽ നിന്ന് മാക്സിമം അവർ നമ്മളോട് സമ്മതിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കുറ്റം പറയാൻ ഞാൻ ആളല്ല, നിങ്ങളും ആളല്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിരിക്കൂ. ഈ കാര്യം പറഞ്ഞ് നിങ്ങളൊന്നും പാനിക്കാൻ വേണ്ട. സപ്ലി ലിസ്റ്റ് മാത്രമല്ല വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവാതിരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അങ്ങനെയും ഇല്ല. ധൈര്യമായിരിക്കൂ. പാനിക്കാൻ വേണ്ട സാഹചര്യം നിലവിലില്ല. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന എല്ലാവരും തന്നെ ലിസ്റ്റിലുണ്ടാവുമോ? അതിലൊരു റീസണായ ചോദ്യമായിരുന്നു. അവർ കൃത്യമായ മറുപടി തന്നു. അതിൽ കുറച്ച് ജെന്യുവിൻ ആണ് അതിൻ്റെ ആൻസർ. അവർ തന്ന മറുപടി, അതായത് PSC ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ എത്ര പേരാണ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ കുറച്ചധികം ആൾക്കാരെങ്കിലും കൂട്ടിയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിലേക്ക് അയക്കുന്നത്. അതായത് 100 പേരെയാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ PSC ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ചുരുങ്ങിയത് 120 പേർക്കെങ്കിലും മെസ്സേജ് അയക്കും. അതായത് 10, 15, 20 പേരെ കൂട്ടിയാണ് സാധാരണ അയക്കാറ്. അതുകൊണ്ട് തന്നെ മെസ്സേജ് വന്ന മുഴുവൻ പേരും സാധാരണഗതിയിൽ ഒരു ലിസ്റ്റിലും വരാറില്ല. മുഴുവൻ പേരും ഏകദേശം 90% അല്ലെങ്കിൽ 95% ആൾക്കാരും വരാറുണ്ട്. പക്ഷേ അതിൽ വളരെ ഒരു മിനിമം നമ്പർ പുറത്തേക്ക് പോകാറുണ്ട്. അതിനുള്ള കാര്യം PSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് സാധാരണഗതിയിൽ കുറച്ചധികം കൂട്ടി നമ്പർ ഇട്ടാണ് അയക്കാറ്. അതുകൊണ്ട് അത് നിങ്ങൾ ഈ ഒരു കാര്യം കേട്ട് പാനിക്കാവേണ്ട കാര്യമില്ല. അത് വളരെ ചെറിയ നമ്പറാണ്. 1000 എടുക്കുമ്പോൾ ഒരു വളരെ ചെറിയ 1000 പേരെ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ അതിൽ വളരെ ചെറിയ നമ്പറാണ്. ഒരു 10, 20, 30, 40 പേർ മാത്രമാണ്, അല്ലെങ്കിൽ 50 പേർ മാത്രമാണ് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം. പിന്നെ ഏറ്റവും വന്നൊരു ചോദ്യമായിരുന്നു, വിമൺ CPO എപ്പോൾ ഉണ്ടാവും? ആദ്യമായി ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു 2-3 ആഴ്ചയ്ക്കകത്ത് CPOയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമൺ CPO ലേറ്റാവും. ഇപ്പോഴും പറയുന്നു, വിമൺ CPO CPI കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റാവും. അന്ന് പറഞ്ഞ അതേ ഇത് തന്നെയാണ്. വലുതായിട്ടൊന്നും ലേറ്റാവില്ല, വളരെ കുറച്ച്. ഇനി നമുക്ക് വിവിധ ബറ്റാലിയനുകളുടെ മാർക്ക് റേഞ്ച് പരിശോധിക്കാം. ഇതിൽ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് KP2 ആണ്. KP2വിൽ നിന്നും EWSൻ്റെ കാര്യത്തിൽ നിന്ന് വന്ന മാർക്ക് റേഞ്ചുകൾ 2 ആണ്. 54.66, 47. അപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും ചെറിയ മാർക്ക് 47 ആണ്. ഈ ഒരു KP2 ആണ് എനിക്ക് നല്ലതുപോലെ പണി തന്നത്. കുറച്ച് ചിലർ കമൻറ്റുകൾ ഡിലീറ്റ് ആക്കി, കുറച്ച് ചിലർ ടെലഗ്രാമിലെ മെസ്സേജ് ക്ലിയർ ചെയ്തു. ഇപ്പോഴും ഇതെനിക്ക് തോന്നുന്നു, ഞാൻ ഈ വീഡിയോ ഇട്ട് അറിയാത്ത ചിലർ ഇപ്പോഴും ആ കള്ള മാർക്ക് അവിടെ അയച്ചിട്ട് ഇപ്പോഴും അത് അതുപോലെ ചാറ്റുണ്ട്. അപ്പോൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനൊരു പബ്ലിക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരിക്കലും നിങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് എന്നെ പറ്റിക്കാനാവാം, അല്ലെങ്കിൽ എനിക്ക് 10 ചീത്ത കേൾക്കാനാവാം. പക്ഷേ അത് മറ്റവരുടെ കണ്ണീരാണ് പാറ്റയിടുന്നത് മനസ്സിലാക്കുക. ഇനി അടുത്ത SIPയിലേക്ക് പോകാം. SIP പരിശോധിക്കുമ്പോൾ SC കാറ്റഗറിക്ക് 56 മാർക്ക്, 47 മാർക്ക്, 49 മാർക്ക്, ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ച മാർക്ക് റേഞ്ചുകൾ. ഇതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 47 ആണ്. ഇനി OBC പരിശോധിക്കുകയാണെങ്കിൽ 55.33, 53, 48.66. ഇതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് റേഞ്ച് 48.66. ഏതാണ്? OBC. ഇനി SIPയിലെ ജനറൽ പരിശോധിക്കുകയാണെങ്കിൽ 54, 47, 60, 61, 59, 50, 51. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ പഴയ സംശയം തീർന്നു. സപ്ലിക്കാർക്ക് മാത്രമാണോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നെന്നുള്ള സംശയം ഇവിടെ തീരുന്നു. അപ്പോൾ SIPയിൽ വന്ന ജനറൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 47 ആണ്. ഇനി ഈഴവ SIPയുടെ കാര്യം എടുക്കുമ്പോൾ 61, 51, 49. ഏറ്റവും കുറഞ്ഞ മാർക്ക് 49. മുസ്ലിം ആകുമ്പോൾ 58, 54, 51.66. അതിൽ ഏറ്റവും ചെറിയ മാർക്ക് 51.66. ST ആകുമ്പോൾ 55, 46. ഏറ്റവും ചെറിയ മാർക്ക് 46. EWS ആകുമ്പോൾ 44, 47, 51, 56. ഏറ്റവും ചെറിയ മാർക്ക് 44. SIPയുടെ കാര്യത്തിലാണ്. ഇനി MSP പരിശോധിക്കുമ്പോൾ EWS 46, MSP ആണ്. EWS 46, 53, 50, 57. ഏറ്റവും ചെറിയ മാർക്ക് 46 ആണ്. SC 48, 49.66, 59, 47. ഏറ്റവും ചെറിയ മാർക്ക് 47 ആണ്. ഈഴവ 47, 63, 56. ഏറ്റവും ചെറിയ മാർക്ക് 47 ആണ്. ജനറൽ 60, 52, 55, 58, 61. ഏറ്റവും ചെറിയ മാർക്ക് 52 ആണ്. OBC 52, 55, 48, 49.33. ഏറ്റവും ചെറിയ മാർക്ക് 49.3 ആണ്. 33 ആണ്. മുസ്ലിം 52, 47, 56. ഏറ്റവും ചെറിയ മാർക്ക് 47 ആണ്. ST 49, 46.33, 45. ഏറ്റവും ചെറിയ മാർക്ക് 45 ആണ് MSPയുടെ കാര്യത്തിൽ. ഇനി KP3 പരിഗണിക്കുകയാണെങ്കിൽ ഈഴവ 59, 60, 54. ഏറ്റവും ചെറിയ മാർക്ക് 54 ആണ്. SC 44.66, 49.33, 47, 44.66 ആണ് ഏറ്റവും ചെറിയ മാർക്ക്. EWS പരിശോധിക്കുമ്പോൾ 61, 59, 55. ഏറ്റവും ചെറിയ മാർക്ക് 55. ഇനി ജനറൽ ആകുമ്പോൾ 51, 59. ഏറ്റവും ചെറിയ മാർക്ക് 51. മുസ്ലിം 47, 46, 50.33. ഏറ്റവും ചെറിയ മാർക്ക് 46. ഇനി OBC 55, 40, 45. ഏറ്റവും ചെറിയ മാർക്ക് 45. LC 46, 51. ഏറ്റവും ചെറിയ മാർക്ക് 46.
KP1 ST 45-54 ഏറ്റവും ചെറിയ മാർക്ക് 45. SC 49 48.33 51 53.66 ഏറ്റവും ചെറിയ മാർക്ക് 48.33. ഇനി EWS പരിശോധിക്കുകയാണെങ്കിൽ 45 49 54 56.33 അതിൽ വന്നത് 45 മാർക്ക് മാത്രം EWS. ഇനി ഈഴവ 45 50 51.33 45 മാർക്ക് ഏറ്റവും താഴ്ന്ന മാർക്ക് ഈഴവയുടെ കാര്യം പരിഗണിക്കുമ്പോൾ. OBC 53 56 47 ഏറ്റവും ചെറിയ മാർക്ക് 47. മുസ്ലിം 44 48 53.66 ഏറ്റവും താഴ്ന്ന മാർക്ക് 44. ജനറൽ 58.65 49.33 49. അപ്പോൾ ഈ 58.65 എന്ന് ഞാൻ പറഞ്ഞു വിരലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് വന്ന അതേ കമൻറ്റാണ് ഞാനിവിടെ കോപ്പി ചെയ്ത് വയ്ക്കുന്നത്. 58.66 ആവാം, എന്നാൽ ആ ഉദ്യോഗാർത്ഥി പറഞ്ഞ അതേ മാർക്ക് ഞാനിവിടെ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. ജനറൽ 58.65 49.33 49 ഏറ്റവും ചെറിയ മാർക്ക് 49. KP5 കാര്യത്തിൽ ഈഴവ 55 ജനറൽ 53 മുസ്ലിം 51. ഇനി KP4 EWS 44 53 57 48 ഇതിൽ ഏറ്റവും ചെറിയ മാർക്ക് എന്ന് പറയുന്നത് 44 ജനറൽ 56 61 63 ഏറ്റവും ചെറിയ മാർക്ക് 56. മുസ്ലിം 49 57 47.66 ഏറ്റവും ചെറിയ മാർക്ക് 47.66. SC 49 43 56 ഏറ്റവും ചെറിയ മാർക്ക് 43. ST 54.33 43 51 47 43 ഏറ്റവും ചെറിയ മാർക്ക്. ഈഴവ 48.66 47 56 61. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ച മാർക്ക് റേഞ്ചുകൾ. തീർച്ചയായും ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ നിലവിൽ വിശ്വസിക്കുന്നില്ല. കാര്യം മുൻകാല അനുഭവം അതാണ് തെളിയിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ ലഭിക്കാൻ ഇത് ഉതകുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൃത്യമായും എന്നാൽ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തിരുത്തോ തെറ്റുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഒരിക്കലും നിങ്ങൾ പറഞ്ഞ കമൻറ്റുകളെ തള്ളിക്കളയാറില്ല. കൃത്യമായും അതിനുള്ള മറുപടി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3-4 ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ച് എനിക്കൊരു ഉദ്യോഗാർത്ഥിയെ ഓർമ്മയുണ്ട്. അദ്ദേഹം എന്തിനാണ് പിന്നീട് അദ്ദേഹം എന്നോട് സോറി പറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികളുള്ള കുറച്ചധികം നല്ല ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിനെ മാത്രം കാത്തിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അവരുടെ കഞ്ഞിയിലേക്ക് പാറ്റോട് അയക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തെറ്റായ മാർക്കുകൾ കമൻറ്റ് ചെയ്ത് എന്നെ തെറികൾ കേൾപ്പിക്കാനും നോക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ടെൻഷനും പാനിക്കും BP ഒന്നും കോട്ടാതിരിക്കാൻ ശ്രമിക്കുക. ആ പാപം ഒരു എങ്കിൽ പോയാലും കഴിയാൻ തീരില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പുറം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനുമപ്പുറം നിങ്ങൾക്കുള്ള കമൻറ്റുകൾ കൃത്യമായും രേഖപ്പെടുത്തുക. അതല്ല ഈ പറഞ്ഞതിനപ്പുറം ഒരു മാർക്ക് റേഞ്ച് വന്നിട്ടുണ്ട്, SAPയിൽ SC അല്ലെങ്കിൽ SAPയിൽ ജനറൽക്കാരൻ്റെ മാർക്ക് ഏറ്റവും അവസാനത്ത് 47 അല്ല 46 എന്നൊരു അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യാം. തീർച്ചയായും അത് ഞാൻ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കും. ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് കൂടി, കാര്യം ഇതിൽ ഭൂരിഭാഗം പേരും ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ട് കമൻറ്റ് ചെയ്യാതെ സ്വന്തം വിഷമം നെഞ്ചിലേറ്റി മിണ്ടാതെ പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായും അവർ ഈ കമൻറ്റ് സെക്ഷനൊക്കെ വായിച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യാറില്ല. അങ്ങനെയാണ് മെജോറിറ്റിയും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സത്യസന്ധമായ മാർക്ക് കമൻറ്റ് ചെയ്യൂ. ഈ ഒരു മാർക്ക് റേഞ്ചിൽ ആ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരു ചെറിയ അപേക്ഷ പോലെ പറയുന്നു, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ആശങ്കകൾ ആകുലതകൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് ഇന്നലെ വന്നൊരു കമൻറ്റാണ്, തമാശ രൂപേണയാണ്. ഇതൊരു സ്ലോ ഡോസ് ആണോ ഫുൾ ഡോസ് ആണോ ഹൈപ്പർ ഡോസ് ആണോ എന്നുള്ളത്, ഇതൊരു ഫുൾ ഡോസ് തന്നെയാണ്. പിന്നെ നമ്മളൊരു സ്ലോ മോഷൻ ബിഗ് ബി ആണ്. നമുക്കറിയാം അമൽ നീരദ് പടത്തോടെ ഒരു ഇതുണ്ടല്ല, ബിഗ് ബി ആയാലും ഈ പറഞ്ഞ അൻവർ ആയാലൊക്കെ, അതുകൊണ്ടാണ് ആ ഒരു ലൈൻ പിടിച്ചത്. ഇനി അങ്ങനെ ഒന്നുമില്ല. ഇനി ഫുൾ അമൽ നീരദ് മാറ്റി നമ്മൾ വൈശാഖ് പടത്തിലേക്ക് മാറുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.